വംശാവലികൾ എന്തിനാണ് ബൈബിളിൽ ചേർത്തിരിക്കുന്നത്? ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും അവിടുന്ന് സകല മനുഷ്യരും തുല്യരാകുന്നു എന്നും ഈ രേഖകളിൽ വ്യക്തമാക്കി തരുന്നു. ജീവസന്ദേശത്തിൻ്റെ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ പഠനത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മത്തായി 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വംശാവലി പലർക്കും വിരസമായി തോന്നാമെങ്കിലും അതിൻ്റെ ഉള്ളടക്കം ക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയും മനസ്സിലാക്കുവാൻ അത്യന്തം നിർണായകമാണ്. യേശുക്രിസ്തു ദൈവ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയാണെന്നും അവിടുന്ന് രാജകീയ വംശത്തിൽ പിറന്ന മശിഹയാണെന്നും ഈ വംശാവലിയിലൂടെ തെളിയിക്കുന്നു. പാപികളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ സ്ത്രീകളെപ്പോലും ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെടുത്തിയതിലൂടെ ദൈവത്തിൻ്റെ കരുണയും തുല്യതയും വെളിപ്പെടുത്തുന്നതിനും ഈ ഭാഗം സഹായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം ഉൽപ്പത്തി പുസ്തകം പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാകുന്നു എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ഇവ രണ്ടും തിരുവചനത്തിലെ 2 താക്കോൽ പുസ്തകങ്ങളാണ്. എന്ന് പറഞ്ഞാൽ തിരുവചനം തുറക്കണമെങ്കിൽ ഇത് രണ്ടും അറിയേണ്ടതുണ്ട്. ഈ 2 പുസ്തകങ്ങളും നമുക്ക് സുപരിചിതമായിരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അതിലൂടെ വ്യക്തമായി ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കൂ. ഓരോ അധ്യായത്തിനും പ്രത്യേകം തലക്കെട്ടുകൾ നൽകിയിരിക്കുന്നത് നാം അതനുസരിച്ച് അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിനും പഠിക്കുന്നതിനും ഉതകേണ്ടതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നാം പഠിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിന് നമ്മോട് പറയുവാനുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ ദൈനംദിനം ദൈവവുമായി ഒരു ഉത്തമ ബന്ധം പുലർത്തുവാൻ നമുക്ക് സാധിക്കും. നാം ദൈവത്തോട് സംസാരിക്കുന്നതിനേക്കാൾ ഉത്തമം ദൈവം നമ്മോട് സംസാരിക്കുന്നതും നാം ശ്രദ്ധിക്കുന്നതുമാണ് എന്ന കാര്യം മറക്കണ്ട. പലപ്പോഴും ദൈവത്തോട് സംസാരിക്കുവാൻ നാം ധൃതി കാണിക്കും. ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ നമുക്ക് സമയവുമില്ല. അതുകൊണ്ടത്രേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വേണ്ടത്ര വളർച്ചയില്ലാത്തത്. മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ ഒരു വിഭജനമാണ് ഞാൻ ഇനിയും പറയുവാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്ന വിഭജനം ഈ പുസ്തകം പഠിക്കുവാൻ നമ്മെ വളരെയധികം സഹായിക്കും. 1-ഉം 2-ഉം അധ്യായങ്ങളിൽ നാം കാണുന്നത് രാജാവായിരുന്ന വ്യക്തിയെക്കുറിച്ചാണ്. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വരെയുള്ള വാക്യങ്ങളിൽ രാജാവിൻ്റെ ഒരുക്കത്തെക്കുറിച്ച് നാം കാണുന്നു. രാജാവിൻ്റെ പ്രചരണമാണ് 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 9-ാം അധ്യായത്തിൻ്റെ 35 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. 4-മതായി രാജാവിൻ്റെ കാര്യപരിപാടി 9-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 16-ാം അധ്യായത്തിൻ്റെ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നതാണ്. 5-മതായി രാജാവിൻ്റെ കഷ്ടപ്പാടുകൾ 16-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 27-ാം അധ്യായത്തിൻ്റെ 66-ാം വാക്യം വരെ അതാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഒടുവിലായി രാജാവിൻ്റെ ശക്തി 28-ാം അധ്യായത്തിലെ വിഷയം അതാണ്. രാജാവിൻ്റെ അധികാരം, ശക്തി. നാം 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ അധികം ആരും വായിക്കാത്ത ഒരു ഭാഗമാകുന്ന ഈ വംശാവലികൾ, ഇവ അതിപ്രധാന ചരിത്രരേഖകളാകുന്നു. ഇതിൻ്റെ കൃത്യത തിരുവചനത്തിൽ ആധികാരികതയുടെ തെളിവുകളിൽ ഒന്നാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നത്രേ ദൈവം താൻ ഉപയോഗിച്ച മനുഷ്യർ എപ്രകാരമുള്ളവരാകുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഈ വംശാവലി രേഖകൾ. മനുഷ്യരുടെ വർണ്ണവർഗ വ്യത്യാസങ്ങളും ജാതിമത വേർതിരിവുകളും മനുഷ്യൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവൻ പടച്ചുവിട്ടതാണെന്നും ദൈവം താൻ സൃഷ്ടിച്ച സകല മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്നെന്നും എല്ലാവരെയും ഒരുപോലെ ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നെന്നും
ബൈബിളിലെ വംശാവലികൾ ഉറപ്പാക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആരംഭിക്കുന്ന വംശാവലി തന്നെ ഒരു നല്ല ഉദാഹരണമാണ്. വേശ്യമാരായി ജീവിച്ചിരുന്നവരും വിവാഹബന്ധത്തിന് വെളിയിൽ ജനിച്ചവരും സമൂഹം നികൃഷ്ടരെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവരും മാനവജാതിയുടെ അനുഗ്രഹത്തിനായി ദൈവം ഉപയോഗിച്ചു എന്ന ചരിത്രം. പ്രിയ സുഹൃത്തെ, താങ്കൾ ഏതവസ്ഥയിലായിരുന്നാലും ദൈവത്തെങ്കിലേക്ക് സമർപ്പിക്കുന്ന പക്ഷം അവിടുന്ന് താങ്കളെ അനുഗ്രഹമാക്കും. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വംശാവലിക്ക് 3 ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ 6 വാക്യങ്ങൾ അബ്രഹാം മുതൽ ദാവീദ് വരെയുള്ള വംശാവലിയാകുന്നു. 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശലോമോൻ മുതൽ ബാബിലോന്യ പ്രവാസം വരെയുള്ള ഭാഗമാകുന്നു. 12 മുതൽ 17 വരെയുള്ള 3-ാം ഭാഗത്ത് ബാബിലോന്യ പ്രവാസം മുതൽ തച്ചനായ യോസഫ് വരെയുള്ള വംശാവലിയാകുന്നു നാം കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം പഠിച്ചപ്പോൾ ചിന്തിച്ച ഒരു പ്രത്യേക കാര്യമായിരുന്നു ആ പുസ്തകം കുടുംബങ്ങളുടെ ഒരു പുസ്തകമാകുന്നു എന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന വംശാവലി വളരെ പ്രധാനപ്പെട്ടവയാകുന്നു. അതുതന്നെ നാം ഇവിടെ പുതിയ നിയമം ആരംഭിക്കുമ്പോഴും കാണുന്നുണ്ട്. ഇവിടെ നാം ഒരു കാര്യം സമ്മതിച്ചേ മതിയാകും. അതായത് ആരംഭത്തിൽ ഈ പുസ്തകം വിരസതയുളവാക്കുന്ന ഒന്നായി തോന്നാം. ബൈബിൾ വായിച്ചിട്ടില്ലാത്ത വ്യക്തിക്ക് താങ്കൾ ഒരു പുതിയ നിയമം കൊടുത്തെന്നാൽ തീർച്ചയായും അവർ ആദ്യം എടുത്തു വായിക്കുവാൻ പോകുന്നത് മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായമാണല്ലോ. ആരാണെങ്കിൽ തന്നെ ഈ ഭാഗം വിരസതയുളവാക്കുന്നതാണ്. അവർ അതധികം വായിച്ചെന്ന് വരില്ല. അവരെ കുറ്റം പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. വാസ്തവത്തിൽ അത് കൊടുക്കുന്ന നാം ആകുന്നു മണ്ടത്തരം കാണിക്കുന്നത്. ഏത് തരത്തിലുള്ള പുസ്തകമാകുന്നു നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതിൽ നാം ശ്രദ്ധാലുക്കളായിരിക്കേണ്ടതാണ്. മറ്റ് 3 സുവിശേഷങ്ങളിൽ ഏതും ഒരു സാധാരണക്കാരന് വായിക്കുവാൻ ആരംഭിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. പ്രത്യേകിച്ചും മർക്കോസ് എഴുതിയ സുവിശേഷം. എന്നുകണ്ട് ഇവിടെ നാം കാണുന്ന വംശാവലിയുടെ പ്രാധാന്യം ഒരിക്കലും കുറയുന്നില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു അബ്രഹാമിൻ്റെയും ദാവീദിൻ്റെയും വംശത്തിൽ വന്നു പിറന്നു എന്നുള്ള വസ്തുതയെ ഈ വംശാവലി സ്ഥാപിക്കുന്നതിനാൽ ഈ വംശാവലിയുടെ കൃത്യതയെ ആശ്രയിച്ചാണ് പുതിയ നിയമത്തിൻ്റെ കൃത്യത നിലകൊള്ളുന്നത്. ഈ 2 വംശങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അബ്രഹാമിൻ്റെ വംശം യേശുക്രിസ്തുവിനെ ആ ജാതിയിൽ ഒരാളായി കാണിക്കുമ്പോൾ, ദാവീദിൻ്റെ വംശം അവനെ സിംഹാസനത്തിലിരിക്കുന്നവനായി പറഞ്ഞിരിക്കുന്നു. അവിടുന്ന് ആ രാജകീയ വംശത്തിലുള്ളവനാണ്. ഇസ്രായേൽ ജാതിയെ സംബന്ധിച്ചിടത്തോളം വംശാവലി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതിലൂടെ ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക വംശത്തിലെ ന്യായമായ അവകാശവാദം തെളിയിക്കുവാൻ കഴിയുമായിരുന്നു. ഉദാഹരണത്തിന് ഇസ്രായേൽ ജാതി പ്രവാസത്തിൽ നിന്നും തിരികെ വന്നപ്പോൾ സംഭവിച്ചതായി എസ്രായുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായി നാം വായിക്കുന്നത് എസ്രായുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 62-ാം വാക്യം. ഇവർ തങ്ങളുടെ വംശാവലി രേഖ അന്വേഷിച്ചു, അത് കണ്ടു കിട്ടിയില്ലതാനും, അതുകൊണ്ട് അവരെ അശുദ്ധരെന്നെണ്ണി പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന്. അതിൻ്റെ അർത്ഥം എസ്രായുടെ കാലത്ത് ലേവി ഗോത്രത്തിൻ്റെ വംശത്തെക്കുറിച്ച് പരിശോധിക്കുവാനും തെറ്റായ അവകാശം ഉന്നയിച്ചവരെ മാറ്റുവാനും സാധിച്ചിരുന്നു എന്നത്രേ. ഈ വംശാവലികൾ അന്നത്തെ ഭരണാധിപന്മാരായിരുന്നു സൂക്ഷിച്ചത്. നാം പറഞ്ഞ ഗവൺമെൻറ് പൊതുജനത്തിന് ആവശ്യമുള്ളപ്പോൾ അത് നൽകിയിരുന്നതും ആണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ദൈവാലയത്തിലായിരുന്നിരിക്കും സൂക്ഷിച്ചിരുന്നത്. കാരണം അവർ ദൈവിക ഭരണ വ്യവസ്ഥിതിയിലായിരുന്നുവല്ലോ. AD 70 ദൈവാലയം നശിപ്പിക്കുന്നത് വരെ ഈ വംശാവലി പൊതുസ്ഥലത്ത് പ്രദർശിപ്പിച്ചിരുന്നുവെന്നും അവിടെ നിന്നും ആളുകൾക്ക് ലഭ്യമായിരുന്നുവെന്നും നാം കാണും. യേശുക്രിസ്തുവിൻ്റെ ശത്രുക്കൾക്ക് അവയെ പരിശോധിക്കാമായിരുന്നു. ഒരുപക്ഷെ അവർ അത് ചെയ്തിരുന്നിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നുവെന്ന് ഞാൻ വീണ്ടും പറയട്ടെ. കാരണം അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എല്ലാ ചലനങ്ങളെയും ചോദ്യം ചെയ്തിരുന്നു. അവൻ്റെ പുനരുത്ഥാനത്തെ പോലും അവർ ചോദ്യം ചെയ്തു. എന്നാൽ വംശാവലിയെ ചോദ്യം ചെയ്തില്ല. അതിനുള്ള കാരണം അവർ അവൻ്റെ വംശാവലി പരിശോധിച്ചതിന് ശേഷം അത് കൃത്യമായിരുന്നു എന്ന് കണ്ടു കാണും. അത് കൃത്യമല്ലായിരുന്നുവെങ്കിൽ അവനെ പുറത്താക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം അതായിരുന്നു. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് യേശുവിനെ വളരെ അതുല്യമായൊരു സ്ഥാനത്താക്കുന്നു. യേശു പറഞ്ഞ വാക്കുകൾ താങ്കൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അതായത് ആടുകളുടെ ഇടയൻ വാതിലിൽ കൂടി അകത്ത് കിടക്കുന്നു, എന്നാൽ കള്ളനും കവർച്ചക്കാരനും മറ്റു വഴികളിലൂടെ അകത്ത് കിടക്കുന്നു.
കള്ളനും കവർച്ചക്കാരനും മറ്റു വഴികളിലൂടെ അകത്ത് കടക്കുന്നു എന്ന് പറയുമ്പോൾ ആ ആട്ടിൻകൂട്ടം ഇസ്രായേൽ ജാതിയാകുന്നു എന്നറിയാം. യേശു ഏതെങ്കിലും വേലി ചാടി അകത്ത് കടക്കുകയായിരുന്നില്ല. അവൻ കുറുക്കു വഴിയിലൂടെയുമല്ല വന്നത്. അവൻ യഥാർത്ഥ കവാടത്തിലൂടെയാണ് വന്നത്. അവിടുന്ന് ദാവീദിൻ്റെയും അബ്രഹാമിൻ്റെയും വംശത്തിലൂടെയാണ് വന്നത്. ഇതത്രേ വിശുദ്ധ മത്തായി നമുക്ക് മുമ്പിൽ നൽകുന്നത്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന സകലത്തിൻ്റെയും നിവർത്തി കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശത്രുക്കൾക്ക് അവൻ്റെ വംശാവലിയിൽ അവനെ വെല്ലുവിളിക്കുവാൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. മറ്റു വഴികൾ അതിനായി അവർ കണ്ടെത്തി. അവർ അത് വാസ്തവത്തിൽ അവൻ്റെ മേൽ പ്രയോഗിക്കുകയുമുണ്ടായി. നമുക്കിനിയും മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരാം. 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. വിശുദ്ധ മത്തായിയുടെ ഒരു പ്രത്യേകതയാണ് ഈ വംശാവലി എന്ന് ഉപയോഗിക്കുന്നത്. അതുല്യമായ ഒരു പ്രയോഗം തന്നെയാണത്. പുതിയ നിയമത്തിൽ മറ്റെങ്ങും അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അഥവാ ഇനിയും പുറകോട്ട് പോവുകയാണെങ്കിൽ പഴയ നിയമത്തിൽ സക്രിയാവിലൂടെ ഹഗ്ഗായിയിലൂടെ പുറകോട്ട് പോയി പഞ്ചഗ്രന്ഥങ്ങളിലെത്തി ആവർത്തനം, സംഖ്യ, ലേവ്യ, പുറപ്പാട് പുസ്തകത്തിലൂടെ അങ്ങനെ നാം ഉൽപ്പത്തിയിലെത്തുമ്പോൾ അതുവരെ എങ്ങും ഈ പ്രയോഗം കാണുന്നില്ല. അപ്പോൾ താങ്കൾ ചിന്തിച്ചേക്കാം, വിശുദ്ധ മത്തായി ഒഴിച്ച് മറ്റാരും ഇങ്ങനൊരു പ്രയോഗം ബൈബിളിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന്. അപ്പോഴതാ പെട്ടെന്ന് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുന്നു. അവിടെ താങ്കൾക്ക് കാണുവാൻ സാധിക്കുന്നത് ആദാമിൻ്റെ വംശപാരമ്പര്യമാവിത്. അതെ, അവിടെ ഇതാ വീണ്ടും അതേ പ്രയോഗം. 2 പുസ്തകങ്ങളാണുള്ളത്. ആദാമിൻ്റെ വംശപാരമ്പര്യ പുസ്തകവും യേശുക്രിസ്തുവിൻ്റെ വംശപാരമ്പര്യ പുസ്തകവും. എങ്ങനെയാണ് താങ്കൾ ആദാമിൻ്റെ കുടുംബത്തിൻ്റെ അംഗമായത്? അതെ, അത് സ്വാഭാവിക ജനനത്താൽ. അത് താങ്കളുടെയോ എൻ്റെയോ മിടുക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ല. അങ്ങനെ ചെയ്യുവാൻ താങ്കൾക്കും എനിക്കും കഴിയുമായിരുന്നില്ല. എന്നാൽ അങ്ങനെയാണ് താങ്കളും ഞാനും ആദാമിൻ്റെ വംശത്തിൽ പ്രവേശിച്ചത്. സ്വാഭാവിക ജനനത്താൽ നാം അതിലെ അംഗങ്ങളായി, നാം അതിൽ പ്രവേശിച്ചു. എന്നാൽ ആദാമിൽ എല്ലാവരും മരിക്കുന്നുവെന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം കാണുന്നു. ആദാമിൻ്റെ പുസ്തകം മരണത്തിൻ്റെ പുസ്തകമാണ്. അപ്പോഴിതാ മറ്റൊരു പുസ്തകം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി പുസ്തകം. എങ്ങനെയാണ് നാം ആ വംശത്തിലെ അംഗങ്ങളാകുന്നത്? അതൊരു ജനനത്താലാകുന്നു. അതെ, പുതുജനനത്താൽ, വീണ്ടും ജനനത്താൽ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി പുസ്തകത്തിൽ നാം ആയിത്തീരുന്നത് വീണ്ടും ജനനത്താലാകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ കർത്താവായ യേശു പറഞ്ഞു, ദൈവരാജ്യം കാണണമെന്നുണ്ടെങ്കിൽ നാം പുതുതായി ജനിക്കണം എന്ന്. നാം എല്ലാവരും ആദ്യത്തെ പുസ്തകമായ ആദാമിൻ്റെ വംശാവലിയിൽ ഉൾപ്പെട്ടവരാണ്. താങ്കൾ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിലും പേരെഴുതപ്പെട്ട ഒരു വ്യക്തിയാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ആദാമിൻ്റെ വംശാവലി പുസ്തകത്തിൽ മാത്രം പോരാ, കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിലും പേരെഴുതപ്പെട്ട വ്യക്തികളായിരിക്കണം നാം. യേശുക്രിസ്തു ദാവീദിൻ്റെ പുത്രനാകുന്നു, അതായത് അവൻ മശിഹായാകുന്നു. അതെ, രാജാവായവൻ, ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ പോകുന്നവൻ. ദൈവം ദാവീദിനോട് ചെയ്ത പ്രവചനങ്ങൾ അത് നിറവേറ്റുവാൻ കർത്താവായ യേശു ദാവീദിൻ്റെ വംശത്തിൽ പിറന്നേ മതിയാകൂ. അവൻ അബ്രഹാമിൻ്റെ പുത്രനുമാകുന്നു. അങ്ങനെ അബ്രഹാമിൻ്റെ പുത്രനായിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. കാരണം ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് നാം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നു, നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നത്രേ. ആ സന്തതി ആരാകുന്നു എന്ന് ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെക്കുറിച്ചല്ല, നിൻ്റെ സന്തതിക്കും എന്ന് ഏകനെക്കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അതെ, കർത്താവായ യേശു ക്രിസ്തു അബ്രഹാമിൻ്റെ പുത്രനാകുന്നു. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നാം കാണുന്നു. ഞാൻ ഇനി 1-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം, 6 വരെ വായിക്കാം. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാറിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. പാരസ്
ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു. ആരാം അമ്മീനാദാബിനെ ജനിപ്പിച്ചു. അമ്മീനാദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു. ശൽമോൻ റാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ഊര്യാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ഇവിടെ നാം കാണുന്ന വംശാവലി രസകരമാകുന്നു എന്ന് മാത്രമല്ല, ആവേശഭരിതവുമാണ്. വെട്ടിത്തിളങ്ങുന്നത് പോലെ തോന്നുന്ന 4 പേരുകൾ നമുക്കിതിൽ കാണാവുന്നതാണ്. ഇതുവരെ വായിച്ച ഭാഗത്ത് പ്രത്യേകിച്ചും ആ പേരുകൾ നാം കണ്ടു കഴിഞ്ഞു. അവ ദൈവത്തിൻ്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെടുത്തി കാണുന്നത് വാസ്തവത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായി തോന്നാം. ഒന്നാമതായി അവ 4 സ്ത്രീകളുടെ പേരുകളാണ്. രണ്ടാമതായി അവ യഹൂദേതര സ്ത്രീകളാണ്, ജാതികളാണ്. സാധാരണ യഹൂദ വംശാവലികളിൽ സ്ത്രീകളുടെ പേരുകൾ കാണാറില്ല. ഈ കാലത്ത് പോലും വിവാഹത്തിന് ശേഷം പുരുഷൻ്റെ പേരാണല്ലോ സ്ത്രീകൾ എടുക്കാറുള്ളത്. ശ്രീമതി ഇന്നാര് എന്നാണല്ലോ പറയാറുള്ളത്. അവരുടെ വംശം അവസാനിക്കുന്നു, പുരുഷൻ്റെ വംശം അല്ലെങ്കിൽ അവൻ്റെ പേര് മുമ്പോട്ട് പോകുന്നു. അങ്ങനെയാണ് നാം ഇന്ന് ചെയ്യുന്നത്. പണ്ടും അങ്ങനെ ചെയ്തിരുന്നു. യേശുക്രിസ്തുവിൻ്റെ സമയത്ത് ഒരു സ്ത്രീയുടെ പേര് വംശാവലിയിൽ കാണുക സാധാരണമായ കാര്യമായിരുന്നു. എന്നിട്ടും ഇവിടെ ഇതാ 4 പേരുകൾ. അവ 4 സ്ത്രീകളെന്ന് പറഞ്ഞാൽ ശരിയാകില്ല, യഹൂദേതരരായ 4 സ്ത്രീകൾ. ദൈവം താൻ ന്യായപ്രമാണം കൊടുത്തപ്പോൾ തൻ്റെ ജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയതാണ്, ജാതികളുമായി വിവാഹബന്ധം പാടില്ല എന്നുള്ളത്. അബ്രഹാം പോലും ഇസഹാക്കിന് ഭാര്യയെ എടുക്കുവാൻ തൻ്റെ ദാസനെ സ്വന്തം ജനത്തിനിടയിലേക്കാണ് അയച്ചത്. ഇത്ര ബുദ്ധിമുട്ടി അത്രയും ദൂരം പോകേണ്ടതുണ്ടായിരുന്നോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ അത് ദൈവം വച്ച പ്രമാണമാകുന്നു. ഇസഹാക്ക് തൻ്റെ പുത്രൻ യാക്കോബിന് നൽകിയ നിർദ്ദേശവും അതുതന്നെയായിരുന്നു. എന്തായിരുന്നു അങ്ങനെ ചെയ്തതിലൂടെ ദൈവം ഉദ്ദേശിച്ചത്? അതായത് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്ന വംശം ഏകദൈവ വിശ്വാസികളായിരിക്കുവാൻ ദൈവം പ്രത്യേകം ക്രമീകരണം ചെയ്തു. എന്നിട്ടും ഇവിടെ നാം കാണുന്നത് ഇതാ ജാതികളിൽ നിന്നുള്ള 4 സ്ത്രീകളുടെ പേരുകൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ പ്രത്യക്ഷപ്പെടുന്നു. അവയിൽ 2 കനാന്യ സ്ത്രീകളും 1 മോവാബ്യ സ്ത്രീയും ഒടുവിലത്തേത് ഹിത്യ സ്ത്രീയും ആയിരുന്നു. ഈ സ്ത്രീകൾ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ കയറിപ്പറ്റിയതെന്ന് നിങ്ങൾ തീർച്ചയായും ചോദിക്കും. ഒന്നാമത്തെ പേര് താമാർ. അത് നാം 3-ാം വാക്യത്തിൽ വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിലാണ് താമാറിൻ്റെ കഥ പറഞ്ഞിരിക്കുന്നത്. ബൈബിളിലെ അറപ്പുളവാക്കുന്ന അധ്യായങ്ങളിൽ ഒന്നത്രേ ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം. ഈ വംശത്തിൽ താമാർ കയറിപ്പറ്റിയത് അവൾ ഒരു പാപിയായിരുന്നതിനാലാണ്. ഇവിടെ തന്നെ 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന റാഹാബാണ് 2ാമത്തെ വ്യക്തി. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അവളുടെ കഥ, അവളുടെ സ്വഭാവം, അതത്ര മഹത്തായതായി കാണിക്കുന്നില്ല. എന്നാൽ ജീവനുള്ള സത്യദൈവത്തെ അറിഞ്ഞതിന് ശേഷം അവൾ അതിമഹത്തായ ഒരു വ്യക്തിയായി തീർന്നു. വിശ്വാസത്താൽ റാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടുകൂടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ മരിക്കാതിരുന്നുവെന്ന് എബ്രായലേഖനം 11-ാം അധ്യായത്തിന് 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അവൾ വിശ്വസിച്ചു എന്ന ലളിതമായ കാര്യത്താലാണ് അവൾ ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ കയറിപ്പറ്റിയത്. അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. പണ്ടാരായിരുന്നു എന്നുള്ളതല്ല പ്രശ്നം, താൻ ക്രിസ്തുവിൽ ഇന്ന് വിശ്വസിക്കുന്നുവോ എന്നതാണ് വിഷയം. ദൈവത്തിൽ വിശ്വസിച്ചു, ജീവനുള്ള ദൈവത്തെ അംഗീകരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടുത്തെ ഉയർച്ച നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാലും, പാപിയായി വരിക, എന്നിട്ട് വിശ്വാസത്തിൻ്റെ കരം നീട്ടുക. 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത വ്യക്തി രൂത്ത് ആകുന്നു. അവൾ അതിമനോഹരമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകുന്നു. അവളിൽ താങ്കൾ തെറ്റൊന്നും കണ്ടെന്ന് വരില്ല. എന്നാൽ അവളെ പുറത്താക്കുവാൻ തക്കതായ ഒരു ന്യായപ്രമാണം ആ കാലത്തുണ്ടായിരുന്നു. യഹോവയുടെ ആലയത്തിൽ പ്രവേശിക്കുവാൻ മോവാബ്യനും അമോന്യനും അവകാശമില്ലായിരുന്നു. ബോവസ് എന്നൊരു പുരുഷൻ ഒരിക്കൽ തൻ്റെ വയലിൽ വന്നപ്പോൾ ഈ രൂത്തിനെ കണ്ടു. അത് ആദ്യ ദർശനത്തിലെ സ്നേഹമായിരുന്നു. ആദ്യ ദർശനത്തിൽ തന്നെ ബോവസിന് രൂത്തിൽ സ്നേഹമായി.
അവൻ തൻ്റെ പുതപ്പ് അവളുടെ മേലിട്ടു എന്ന് നാം വായിക്കുന്നു. ജാതികളിൽ നിന്നുള്ള ഒരുവളായ രൂത്തിനെ ഇസ്രായേൽ സഭയിലേക്ക് അവൻ കൊണ്ടുവരുന്നു. കർത്താവായ യേശുക്രിസ്തു നമ്മോട് ചെയ്യുന്നത് അതുതന്നെയാണ്. നാം പാപികളായി വരുന്നു. വിശ്വാസത്താൽ നാം നമ്മുടെ കരങ്ങളെ നീട്ടുന്നു. അവിടുന്ന് തൻ്റെ അത്ഭുതകരമായ കൃപയാൽ നമ്മെ രക്ഷിക്കുന്നു. ഇനിയും നാലാമത്തെ വ്യക്തി ബത്സേബ ആകുന്നു. അവളുടെ പേര് ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. എന്നാൽ ഊരിയാവിൻ്റെ ഭാര്യയായവളിൽ എന്ന് 6-ാം വാക്യത്തിൽ അവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവളുടെ പേര് സൂചിപ്പിക്കാഞ്ഞതിൻ്റെ കാരണം അത് അവളുടെ പാപമല്ലായിരുന്നു എന്നതിനാലായിരിക്കുമെന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. അത് ദാവീദിൻ്റെ പാപമായിരുന്നു. ദാവീദായിരുന്നു അതിന് വില കൊടുക്കേണ്ടിയിരുന്നത്. അവൻ അത് കൊടുക്കുകയും ചെയ്തു. ബത്സേബയെ ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ കാരണം പാപത്തിൽ വീഴുന്ന ഒരു ദൈവവൈതലിനെ ദൈവം എറിഞ്ഞു കളയുന്നില്ല എന്ന് കാണിക്കുവാൻ കൂടിയാണ്. നോക്കണേ, ഒരാട് നഷ്ടപ്പെട്ടു എന്ന് വന്നേക്കാം. എന്നാൽ ആ നല്ല ഇടയൻ അതിനെ തേടി നടന്ന് തോളിലെടുത്തുകൊണ്ട് തിരികെ വരുന്നു. അതിനെ കണ്ടുകിട്ടുന്നത് വരെയും അതിനെ അവൻ തേടി അലഞ്ഞു. അവൻ ദാവീദിനെ തിരികെ കൊണ്ടുവന്നു. ഇതത്രേ ഈ വംശാവലിയിൽ പറഞ്ഞിരിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ കഥ. ഈ വംശാവലിയെക്കുറിച്ച് ശ്രദ്ധേയമായ ഏതാനും കാര്യങ്ങൾ കൂടിയുണ്ട്. ദിനവൃത്താന്ത പുസ്തകങ്ങൾ 1 ദിനവൃത്താന്തം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വംശാവലിയുമായി നമ്മുടെ ഇപ്പോഴത്തെ പഠനം താരതമ്യപ്പെടുത്തിയാൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ അഹസ്യാവ്, യോവാശ്, അമസ്യാവ് എന്നീ പേരുകൾ വിട്ടുകളഞ്ഞിരിക്കുന്നതായി കാണുവാൻ കഴിയും. ഇതൊരു വലിയ സത്യം നമ്മെ പഠിപ്പിക്കുന്നത് എന്തെന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വംശാവലികളിൽ എല്ലായിടത്തും എല്ലാ വ്യക്തികളെയും കുറിച്ച് സൂചിപ്പിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെയോ ഒരു പ്രത്യേക വംശത്തിൻ്റെ ഏകദേശ രൂപം നമുക്ക് നൽകേണ്ടതിന് എഴുതപ്പെട്ടത് അത്രേ ഓരോ വംശാവലിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ ജലപ്രളയത്തിന് മുമ്പ് പറഞ്ഞിരിക്കുന്നതായ വംശാവലിയുടെ കാര്യത്തിൽ നാം മനസ്സിലാക്കിയിരിക്കുന്ന സത്യം ഇതത്രേ. ഇവ ഒന്നും ഒരു പൂർണ്ണമായ വംശാവലി ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെയോ ചില പ്രത്യേക വംശത്തിൻ്റെ പരമ്പര മനസ്സിലാക്കേണ്ടതിന് പറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ വിശ്വസിക്കുന്നത് പലരും കണക്ക് കൂട്ടി പറഞ്ഞിരിക്കുന്നതിനേക്കാൾ വളരെ മുമ്പ് മനുഷ്യൻ ഭൂമിയിലുണ്ടായിരുന്നു എന്നത്രേ. ചില ബൈബിളുകളിൽ ആദാം BC 4000 ആണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയായി വ്യാഖ്യാനിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വിധത്തിലുള്ള കണക്ക് കൂട്ടലുകളോട് വാസ്തവത്തിൽ എനിക്ക് യോജിക്കുവാൻ സാധിക്കുന്നില്ല. ഇനിയും 1-ാം അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 10. ഹിസ്കിയാവ് മനശ്ശയെ ജനിപ്പിച്ചു, മനശ്ശെ ആമോസിനെ ജനിപ്പിച്ചു, ആമോസ് യോശിയാവെ ജനിപ്പിച്ചു, യോശിയാവ് യെഖൊന്യാവെയും അവൻ്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. 11-ാം വാക്യത്തിൽ സുവിശേഷകൻ യഹോയാക്കീമിനെ വിട്ടുകളയുന്നതായും യെഖൊന്യാവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നതായും കാണും. നമ്മുടെ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന ഒരു വ്യക്തി എത്രേ ഈ യെഖൊന്യാവ്. കാരണം അവൻ്റെ സന്തതികളിൽ യാതൊരുത്തനും ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയില്ലെന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു. യിരെമ്യാ പ്രവചനം 22-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യവും 30-ാം വാക്യവും നാം അതാണ് കാണുന്നത്. അവിടെ നാം വായിക്കുന്നത്, എന്നാണ് യഹോയാക്കീമിൻ്റെ മകനായി യഹൂദ രാജാവായ കൊന്യാവ്, അവൻ്റെ പേര് യെഖൊന്യാവ് എന്നാണ്. എന്നാൽ ദൈവം അവൻ്റെ പേര് അതിൽ നിന്നും എ എന്ന അക്ഷരം, യഹോവയുടെ ആദ്യത്തെ അക്ഷരം അതായതുകൊണ്ട് എടുത്തു കളഞ്ഞു. അവനൊരു ദുഷ്ടനായ രാജാവായിരുന്നു. എന്നിട്ട് ദൈവം പറയുന്നത്, അവൻ എൻ്റെ വലം കൈക്കൊരു മുദ്രാമോതിരം ആയിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും നീ ഭയപ്പെടുന്നവരുടെ കയ്യിലും ഏൽപ്പിക്കും. 22-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദേശമേ 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 യഹോവയുടെ വചനം കേൾക്ക, ഈ ആളെ മക്കളില്ലാത്തവനെന്നും ആയുഷ്കാലത്തൊരിക്കലും ശുഭം വരാത്തവനെന്നും എഴുതുവീൻ. ഇനി ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് യഹൂദയിൽ വാഴുവാൻ അവൻ്റെ സന്തതിയിൽ യാതൊരുത്തനും ശുഭം വരികയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യെഖൊന്യാവിൻ്റെ പാപം കാരണം അവൻ്റെ വംശത്തിൽപ്പെട്ട യാതൊരുത്തനും ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ കഴിഞ്ഞില്ല. യേശുക്രിസ്തുവിൻ്റെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന യോസഫ്
ഈ ഒരു വംശത്തിൽപ്പെട്ടവനായിരുന്നു എന്ന് ശ്രദ്ധിക്കുക. എന്നാൽ യോസഫ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പിതാവല്ലായിരുന്നു എന്നാണല്ലോ പരമാർത്ഥം. തിരുവചനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സത്യങ്ങളിൽ ഒന്നത്രേ ഇത്. വിശുദ്ധ മത്തായി അക്കാര്യം നമുക്ക് വ്യക്തമാക്കി തരുന്നതത്രേ നാം ഇവിടെ കാണുന്നത്. യേശുക്രിസ്തു യോസഫിൻ്റെ പുത്രനല്ല, യെക്കൊന്യാവിൻ്റെ സന്തതിയുമല്ല. എന്നാൽ യോസഫും മറിയയും രണ്ടുപേരും ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവരാകണമായിരുന്നു. ദാവീദിൻ്റെ 2 പുത്രന്മാരിൽ നിന്നുള്ള പരമ്പരയിൽ യോസഫും മറിയയും ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവരായി. ദാവീദിൻ്റെ മകനായ നാഥാനിൽ കൂടിയാണ് മറിയയുടെ വംശാവലി എന്ന കാര്യം ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. ശലോമോൻ്റെ രാജകീയ വംശത്തിൽ നിന്നും അത്ര യോസഫിൻ്റെ വംശം വരുന്നത്. യോസഫും മറിയയും രണ്ടുപേരും ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവരായിരുന്നത് കൊണ്ട് അത്രേ അവർ രണ്ടുപേരും പേർവഴി ചാർത്തേണ്ടതിനായി ബേത്ലഹേമിലേക്ക് തന്നെ പോയത്. നാം പലപ്പോഴും ഗണ്യമാക്കാതെ വിട്ടുകളയുന്ന ഈ വംശാവലികൾ എത്രമാത്രം ശ്രദ്ധയാകർഷിക്കുന്നുവെന്നും ഇത് എത്ര പ്രധാനപ്പെട്ടതാകുന്നുവെന്നും ഇപ്പോൾ മനസ്സിലായോ? നമ്മുടെ ശ്രദ്ധേയമായ പഠനം അർഹിക്കുന്നവ തന്നെയാണിത്. ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം, 16-ാം വാക്യം. അവിടെ നാം വായിക്കുന്നത്, യാക്കോബ് മറിയയുടെ ഭർത്താവായി യോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. 2-ാം വാക്യം മുതൽ നാം വായിച്ചു വന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായൊരു രീതി അത്രേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 2-ാം വാക്യത്തിൽ അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അനേകരെ ജനിപ്പിച്ച ഒരു പട്ടിക അത്രേ ഇവിടെ നൽകിയിരിക്കുന്നത്. എന്നാൽ നാം ഇപ്പോൾ വായിച്ചതായ 16-ാം വാക്യത്തിൽ യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു എന്നത്രേ. 2-ാം വാക്യം മുതൽ വായിച്ചു വന്ന രീതി നോക്കിയാൽ യോസഫ് യേശുവിനെ ജനിപ്പിച്ചു എന്നായിരുന്നു വരേണ്ടത്. പക്ഷേ അങ്ങനെ വരുന്നില്ല. വിശുദ്ധ മത്തായി ഈ ഭാഗത്ത് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നത് എന്തെന്നാൽ യോസഫ് യേശുവിൻ്റെ പിതാവല്ലായിരുന്നു എന്നത്രേ. അവൻ മറിയയുടെ ഭർത്താവായിരുന്നു, പക്ഷേ യേശുവിൻ്റെ പിതാവായിരുന്നില്ല. ഈ അധ്യായത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ വിശുദ്ധ മത്തായി തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല പഴയ നിയമ പ്രവചനം എങ്ങനെ നിവൃത്തിയായെന്നും സുവിശേഷകൻ വിവരിച്ചു തരും. നാം അത് മുൻപോട്ട് പഠിക്കുമ്പോൾ വ്യക്തമായി കാണുന്നതാണ്. ശ്രദ്ധിച്ചു പഠിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വംശാവലി വെറും പേരുകളുടെ പട്ടികയല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപ, വിശ്വാസം, വീണ്ടെടുപ്പ് എന്നീ മഹത്തായ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആത്മീയ സന്ദേശമാണ്. മശിഹയുടെ ചരിത്രം ഒരു വ്യക്തിയുടെ ചരിത്രമല്ല, മറിച്ച് മാനവജാതിയുടെ ഉദ്ധാരണത്തിൻ്റെ ചരിത്രമാണ്. ക്രിസ്തുവിലൂടെയുള്ള പുതുജനന അനുഭവത്തിലൂടെ ഏതൊരു വ്യക്തിക്കും അവിടുത്തെ വംശാവലിയിൽ അംഗമാകാനുള്ള അവസരം ദൈവം ഇന്നും തുറന്നിട്ടിരിക്കുകയാണ്. ആദമിലൂടെ മനുഷ്യജാതിക്ക് വന്ന വീഴ്ചയിൽ നിന്നുള്ള സമഗ്രമായ ഉദ്ധാരണത്തിനുള്ള ഏക വഴിയും ഇതുമാത്രമാണ്. പ്രാർത്ഥനാപൂർവ്വം ഈ പഠനത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.